അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഉറക്കെ പറഞ്ഞോടെ കേൾക്കേണ്ടവര് സ്വാഗതം. എന്തൊക്കെ എല്ലാവർക്കും സുഖമായിരിക്കണം വിചാരിക്കണേ. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്, ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബാർബർ ഷോപ്പ് ഉണ്ടാവില്ല. ഇവിടെ പോലത്തെ ചൊക്കില്ലാത്ത നമുക്ക് പിന്നെ അങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് സത്യം എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസം ഇല്ലല്ലോ. ഞാൻ എനിക്ക് ഈ വക അന്ധവിശ്വാസം, അതായത് തള്ളജാണ് ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് ഈ മറ്റേ ഇതുണ്ടല്ലോ, ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ, അതായത് ഈ ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസം, പിന്നെ ഈ പോക്ക് വരവ് വന്ന് പോക്ക്, അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ. അത് അതുകൊണ്ട് വരുന്നതല്ല. ഇപ്പൊ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചിന്തയിലൊരു കരുതാ ഇത് അതുകൊണ്ടാണ്. ഇപ്പൊ അതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് വരേണ്ടി വരുന്ന ചെയ്യും. അല്ലാതെ ഇപ്പോ അങ്ങനത്തെ അന്ധവിശ്വാസം എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പൊ ഒരു വണ്ടി എക്സാമ്പിൾ പറയണേ, ഒരു വണ്ടി നമ്മൾ പുതിയൊരു വണ്ടി എടുത്ത് കൂട്ടിക്കൊടുക്കും. ആ വണ്ടി എടുത്ത് കണ്ട് നമ്മള് എന്താ പറയാ ഒരിക്കലും പോവുകയാണ്, അല്ലെങ്കിൽ അതിന് കുറെ മന്ത്രിച്ചൂതി കെട്ടണം വിചാരിച്ചോ, ആ വണ്ടിക്ക് ഒന്നും പറ്റാക്കാൻ വേണ്ടി ആ വണ്ടി നേരെ പോയി ആക്സിഡന്റ് ആയി. വണ്ടി കെട്ടിക്കണ്. അപ്പോൾ സെറ്റാക്കിയാണ്ട് ഒതിച്ചലും മറ്റേ പൂജിക്കലും അങ്ങനത്തെ സംഭവമൊക്കെ കഴിഞ്ഞാണ്ട് വണ്ടി പോയിക്കാണ് വണ്ടി ആക്സിഡന്റ് ആയി. അപ്പോൾ എന്താ പറയുക, ആക്സിഡന്റ് ആയി അത്ര വരുള്ളൂ. ഇനി അഥവാ ആ വണ്ടിമേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസമില്ല, അല്ല വണ്ടിമേ കെട്ടിയിലെ കൂട്ടുകൂല അങ്ങനത്തെ മന്ത്രിച്ചൂന്നറിയില്ല, ആ വണ്ടി പോയി ആക്സിഡന്റ് ആയി. അപ്പോൾ ഒരു പറഞ്ഞെന്ന് വെച്ചാല് ഇത് ഇങ്ങനെ നമ്മൾ ഇതാക്കിയില്ല അല്ലെങ്കിൽ മന്ത്രിച്ചൂടില്ല, അതാ പറഞ്ഞത്. ഞാൻ കെട്ടുന്നല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ തീരെ വിശ്വാസമില്ലാതെ അല്ല എല്ലാവർക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ മാതിരി. ഇവർക്ക് ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസക്കാരം, പക്ഷെ എനിക്ക് ചൊവ്വാഴ്ച നല്ല ചൊവ്വുള്ള ദിവസമാണ്. അപ്പൊ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും എനിക്ക് എന്തായാലും വിശ്വാസമല്ല. എന്ത് അതായത് ചൊവ്വാഴ്ച ദിവസം എനിക്ക് അത് പൊതുവെ അങ്ങനെ അല്ല. അതിന് മുമ്പ് കേട്ടുള്ള ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ബാർബർമാര് കത്രിക എടുക്കാത്തതുകൊണ്ടാണ്. അതൊരു ചൊവ്വില്ലാത്ത ദിവസമാണ്. അപ്പൊ ഇനി കത്രിക കൊണ്ട് കളിച്ചാൽ അവൾ ചെവി മുറിയോ മൂക്ക് മുറിയോ എന്ന് വിചാരിച്ചിട്ടാണ് ആയിരിക്കാം പണ്ട് കാലം മുതലേ ചൊവ്വാഴ്ച ബാർബർമാര് കത്തിയല്ല കത്രിക എടുക്കാത്ത. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആണ്. അല്ല അപ്പോൾ എല്ലാ അതിലും ഞായറാഴ്ചയാണ് ലീവ്, പക്ഷെ ബാർബർ ഷോപ്പിൽ മാത്രം ചൊവ്വാഴ്ച ലീവ്. അത് അതുകൊണ്ടാണ് പണ്ടേ എല്ലാ ആൾക്കാർ കാരണവന്മാർ ചൊവ്വാഴ്ച ചൊവ്വില്ല. അതെന്താ വെച്ചാലേ എന്തെങ്കിലും പണ്ട് കാലത്ത് എപ്പോഴേലൊക്കെ ഏതെങ്കിലും ഒരു ബാർബറെ ചൊവ്വാഴ്ച മുടി കിട്ടിയപ്പോൾ പോലെ ചെവി മുറിഞ്ഞിക്ക് എന്തെങ്കിലും ആയിണ്ടാവും. അപ്പോൾ ആളും മൈൻഡൊക്കെ ഉണ്ടാവും. പക്ഷെ പിറ്റേ ചൊവ്വാഴ്ചയും അതേമാതിരി മുടിയിട്ടപ്പോൾ എവിടെയും മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചൊവ്വില്ലാത്ത ദിവസം നോക്കാണ്ട് ബാർബർ ഷാപ്പർ മൊത്തം ചൊവ്വാഴ്ച. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ പറഞ്ഞതുള്ളൂ കേട്ടോ. കണ്ട സൈഡ് മാറി നോക്കി. അതെന്താ വെച്ചാല് ഓൾക്ക് ചിലപ്പോൾ ആ സൈഡേക്കാരൊക്കെ പറ്റിയിട്ടുണ്ടാവുക. അപ്പൊ മെല്ലെ ഇന്നെ അങ്ങോട്ട് തട്ടിക്കുക. കണ്ട എന്തൊരു സാധനമാണോ. കണ്ട ഓള് ചെറുക്ക്. ഞാൻ എന്തായാലും പ്രശ്നമില്ല, ഓളെ ചെറുക്കുകള് നോക്കും. പ്രായമായി മോടി വന്നിട്ടാണല്ലോ ചെയ്യാൻ. 35 നോണ പറയുന്നില്ല. അത് ചെറുത് ആ സ്റ്റൂളുമ്പോ കയറുന്നു. അപ്പൊ വലുതായി കോളേജ് അവിടെ നിന്നോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ അല്ല ഞാൻ ചോദിച്ചേ, അതായത് ഇതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു കോൺസെപ്റ്റ് അതായത് ചൊവ്വാഴ്ച അതുകൊണ്ടായിരിക്കാം. നിങ്ങളൊക്കെ കാണുന്ന ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ് സംഭവം? അങ്ങനെ തന്നെയാണോ, അതോ ഇനി അതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? എന്ത് സംഭവം? അതിനെ കുറിച്ച് അറിയുന്നപോലെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് എങ്ങനെയാണ് സംഭവം, പക്ഷെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒന്നും യാതൊരു വിശ്വാസമില്ല. എന്ത് ചൊവ്വാഴ്ച പോകില്ലാണോ? പോക്ക് വരവ് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇപ്പൊ ഇന്ന് റീലുണ്ടോ അതേമാതിരിയാണ് പോക്കുവരവ് എടുത്തത്. അതായത് ഓൻ്റെ പേരൻ്റെ മുന്നിൽ അത് പോക്കുവരവാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. കാരണം അവൻ്റെ വീടിൻ്റെ നേരെ മുമ്പ് തന്നെ റോഡാണ്. അപ്പോൾ അവിടുന്ന് നേരെ നോക്കി സിറ്റ് ഔട്ട് കാണാം. അപ്പോൾ അവിടെ ഫുള്ള് പോക്കുവരവാണ്. പോക്കുവരവില്ലല്ലോ എന്താ ചോദിക്കണെന്ന് വെച്ചാൽ, മോനെ പണിക്ക് പോണില്ലേ, കല്യാണം ആയോ, പെണ്ണ് കിട്ടിയോ എന്നൊക്കെ. അതാണ് എന്നെ സംബന്ധിച്ച് പോക്കുവരവ്. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക.
പോകുമ്പോൾ ഓലും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചടങ്ങാറാക്കാന്ന് മാത്രമേ പോക്കുവരവുള്ളൂ. എന്റെ പരക്കാർക്കൊക്കെ ഇതേമാതിരി പോക്കുവരവില് അങ്ങനത്തെ വിശ്വാസമുള്ള ആളാണ്. പിന്നെ അതായത് വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് കഞ്ഞിമൂല ഉണ്ടല്ലോ, എല്ലാ വസ്തുവിലും ഉണ്ടാവും ഒരു കഞ്ഞിമൂല ഉണ്ടാവും. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഒരു ഏക്കർ എന്താ പറയാ, ഒരേക്കർ ഭൂമി ഉണ്ട് വെച്ചാൽ ആ ഒരു ഏക്കർ 10 ഡിവൈഡ് ചെയ്ത് കണ്ട് സ്ഥലം തിരിച്ചു. അതായത് 10 ഏക്കർ ഉണ്ടാവില്ല, അപ്പൊ 10 ഏക്കറിന്റെ 10 ഉണ്ടാവും. അപ്പൊ ഈ 10 ഏക്കറിൽ ഓരോ കഞ്ഞിമൂല ഉണ്ടാവും. കൊഞ്ചാറ് നീച്ചിക്ക് കോല് വരുമ്പോ കോളാട്ടെ കാലടില്ല, അതിന്റെ തല അവിടെ കണ്ടാൽ മതി, വെളിച്ചുണ്ടാവാനേ ഉള്ളൂ. അപ്പൊ എന്തായാലും 10 ഏക്കർ, അപ്പൊ 10 ഏക്കറിൽ ഓരോ കഞ്ഞിമൂല ഉണ്ടാക്കുകയാണ്. ഈ ടൗൺ ഏരിയയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കഞ്ഞിമൂലക്ക് സ്ഥലം ഉണ്ടാവില്ല, എന്ത് ബിൽഡിങ് കിട്ടുകയാണെങ്കിലും. അതുപോലെ ഫുള്ളായിട്ട് ഇപ്പോൾ 5 സെന്റ് സ്ഥലമാണെങ്കിൽ 5 സെന്റിലും ബിൽഡിങ് കയറും. ആ ഫ്രണ്ടേജ് മാത്രമാണ് കസ്റ്റമർക്ക് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഓൾക്കൊന്നും എന്താ ഈ കഞ്ഞിമൂല ബാധകമല്ല. എന്നിട്ട് എന്താ നല്ല നല്ല ബിസിനസ് നടക്കണ്ടല്ലോ പലയിടത്തും. അപ്പൊ അതിനൊന്നും ഈ കഞ്ഞിമൂല അങ്ങനത്തെ സംഭവം അതുമായിട്ട് എന്താ കണക്റ്റഡ് അല്ലേ? അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേറെയും അല്ലാതെ പേഴ്സണൽ യൂസിനുള്ള സ്ഥലങ്ങൾക്ക് വേറെ ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എനിക്കറിയില്ല അതിനെ കുറിച്ച്. അതേമാതിരി കുറെ ഡൗട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോണ്ടിട്ട് എന്താണ് ഇതിന് സംഭവം, ആക്ച്വലി എന്താണ്. എന്തായാലും ഇന്നെ സംബന്ധിച്ചാൽ എനിക്ക് അതിലൊന്നും യാതൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ കിട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമല്ല. എനിക്ക് എന്ത് വിശ്വാസം? പോക്കുവരവ് പോകുക വരിക, അതന്നെ പോക്കുവരവ്. എന്ത് അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പോക്കുവരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതലുള്ളത്. ദുബായി പോക്കുവരവുണ്ടോ? അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിൽ പോക്കുവരവുണ്ടോ? ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ കഞ്ഞിമൂലുണ്ടോ? അവിടെ കഞ്ഞിമൂലക്ക് എന്തെങ്കിലും പറയാ, കഞ്ഞിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? ഇതൊക്കെ പറയില്ല, ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ കാരണന്മാര് ഓർക്കൊരു എന്റർടൈൻമെന്റിന് നിർമ്മിച്ചൊരു സംഭവം ഞാൻ പറയുള്ളൂ. ഇവിടെ ദുബായില പുറം കൺട്രീസിലൊന്നും ഈ കഞ്ഞിമൂല അതേമാതിരി അന്ധവിശ്വാസങ്ങളൊക്കെ കുറവാണല്ലോ. കാരണം നമ്മളെ നാട്ടിത്തോലെയാണ് ഈ വക സംഭവമൊക്കെ പറഞ്ഞാൽ പറ്റിക്കാൻ പറ്റും. ഞാൻ ആ ഒരു ചിന്താഗതിയുള്ള ആളാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് അവിടെ ഒന്നും ഇല്ല? അല്ല, എന്തുകൊണ്ട് അവിടെ ഒന്നും ഇല്ല പറഞ്ഞ അതറിയണല്ലോ. അവിടുത്തെ നമ്മൾ അവിടേക്ക് പോയോ ഇല്ലെന്നല്ല, നമുക്കൊരു സംഭവത്തെ കുറിച്ച് അറിയണമെങ്കിൽ അതങ്ങനെ തന്നെ. പക്ഷെ അത് വെച്ചിട്ടാണ് ഈ സംഭവം റിയൽ ആണോ അല്ലെന്ന് നമ്മളതായ രീതിക്ക് ഒരു അന്വേഷണം വേണ്ടേ? നമ്മളെ ജീവിതം നമ്മളെ അറിവ്, അപ്പൊ നമ്മളത് കറക്റ്റ് ആക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടി അതൊക്കെ അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് അവിടെ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞിട്ടെ. ഇവിടുത്തെ അതേമാതിരിയുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളൊന്നും എന്തുകൊണ്ട് അവിടെ ഇല്ല? അവിടെ വിട്ടിട്ടോ ഇല്ലാന്ന് പറഞ്ഞില്ല. അവിടെ അവിടുത്തേതായ അന്ധവിശ്വാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ അന്ധവിശ്വാസം അവിടുത്തെ അന്ധവിശ്വാസം വേറെ കാര്യം. അവിടുത്തെ അന്ധവിശ്വാസം ഇവിടുത്തെ അന്ധവിശ്വാസം, അങ്ങനെ ആകെ അന്ധവിശ്വാസങ്ങൾ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒന്നും എന്തായാലും എനിക്ക് വിശ്വാസമല്ല. അപ്പോ ഇന്നിപ്പോ അങ്ങനെ തുടങ്ങുന്നത്. ഇനിയിപ്പോ ഞാനിപ്പോ ഇന്ന് കണ്ടന്റ് ഇട്ടാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് അന്ധവിശ്വാസം അതൊക്കെ പോടട്ടോ, അത് കഴിഞ്ഞു വായിച്ചത് അല്ലെങ്കിൽ ആ മൈൻഡ് കഴിഞ്ഞ് പിന്നും പോകും. അതായത് നോക്കിയാ ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിൽക്കണം അത്ര ഇന്ന് പോകത്തെ. എക്സ്ക്യൂസ് മീ, ഞാൻ ഇന്നത്തെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്റെ തലയിക്ക എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെയാണ് ഇജി ഓക്കെ നല്ല കറക്റ്റ് ആയിട്ട് കാണുന്നത്. നോക്കാം. ആയിക്കോട്ടെ, മോക്ക് പോയിക്കോ. ആയിക്കോട്ടെ. എനിക്കെന്താ ബുദ്ധിമുട്ടിപ്പോ? ഓക്കെ, ഇപ്പൊ കഴിയും. അപ്പൊ ഇന്നെ കാണൂലേ? മതിയല്ലോ. അപ്പൊ എന്തിപ്പോ ഇന്ന് സംഭവം ഞാൻ കണ്ടന്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാല്, ഞാൻ സാധാരണ എപ്പോഴും ഉണ്ടാകുന്നമാതിരി 2-3 കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ പൊട്ടത്തേക്ക് അതിന്റെ ഉത്തരം കിട്ടൂല. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഒക്കെ ഞാൻ വിചാരിച്ചു. അതിന്റെ ഇടയിൽ എജ്ജ് വെറുതെ ഓരോരോ അന്ധവിശ്വാസം കൊണ്ടുവന്നു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് കറങ്ങാനൊക്കെ പോന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് 3 കുസൃതി ചോദ്യം ചോദിച്ചിട്ട് എന്നോട്
കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ ഒന്നും തരില്ല. ആൻസർ അല്ല പിന്നെ ഒക്കത്തിന് തരാൻ പറ്റും. മുട്ട തരാം, അവിടെ ഒരു മുട്ട ഉണ്ട്. എൻ്റെ കയ്യിൽ 6 മുട്ട. അത് ഞാൻ പറയില്ല, അത് എനിക്ക് കിട്ടുന്ന മാതിരി കാര്യം. ചിലപ്പോൾ 2 ഉണ്ടാവും, ചിലപ്പോൾ 3 ഉണ്ടാവും, അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ 6 മുട്ട ഉണ്ട്. എൻ്റെ കയ്യിൽ 6 മുട്ട ഉണ്ട്. അതിൽ 2 ഞാൻ പൊട്ടിച്ചു. 2 ഞാൻ എന്താ പറയാ പൊരിച്ചു. 2 ഞാൻ തിന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മുട്ട ബാക്കിയുണ്ട്? ഒറ്റ പ്രാവശ്യം അത് ഞാൻ ആദ്യം പറഞ്ഞു ചേച്ചി മറന്നുപോയി. കാരണം ഒറ്റ പ്രാവശ്യം ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സിംഗിൾ ടൈമേ പറയുള്ളൂ കേട്ടോ, പിന്നെ പറയില്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മാത്രമേ രണ്ടോട് പറഞ്ഞുതരാം. ചിന്നിനാണ് ഞാൻ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. അതായത് എൻ്റെ കയ്യിൽ 6 മുട്ട ഉണ്ട്. 2 മുട്ട ഞാൻ പൊട്ടിച്ചു, 2 മുട്ട ഞാൻ പൊരിച്ചു, 2 മുട്ട ഞാൻ തിന്നു. എത്ര മുട്ട ബാക്കിയുണ്ട്? 10 സെക്കൻഡ്. 1 2 3 4 അങ്ങനത്തെ മുട്ടായി ചോദിച്ചില്ല. 2 മുട്ട ഞാൻ തിന്നു, 2 മുട്ട ഞാൻ പൊട്ടിച്ചു, 2 മുട്ട അങ്ങനെ കൺഫ്യൂഷൻ. അതന്നെ നിക്ക് ആദ്യത്തെ 6 ബുദ്ധി ഇല്ലോണ്ടൊക്കെ ബുദ്ധിയില്ലോണ്ടാണ് ആദ്യം പറഞ്ഞത്. 6 ഒറ്റടിക്ക് എടുത്ത് പറഞ്ഞിട്ട് തിന്നു പറഞ്ഞാ പിന്നെ എന്റെ അടുത്ത് ഉണ്ടാവുമോ? പള്ളിയിലുണ്ടാവുള്ളൂ, കയ്യിലുണ്ടാവില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് എഴുതാൻ പറ്റുന്ന ഡ്രസ്സ്. ഇന്റെ ഒപ്പം നിന്നിട്ട് കുറച്ച് പുരോഗമനം വെച്ചിരുന്നു, അതാണ് സംഭവം. അല്ലാന്നല്ല അത്ര ഒന്നും ഇല്ലേനു. അതായത് ഇന്റെ ഒപ്പം നിന്നുണ്ടായ ഒരു അതാണ്, അങ്ങനെ വന്നതാണ്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എന്തേനിപ്പോ ഇത് നിജ ചോദിച്ചെന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എന്റെ മൈൻഡിൽ ഉണ്ട്. ഞാൻ നോക്കി വെച്ചതാണ്, പക്ഷെ ഇത് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. കിട്ടുന്നില്ല ഗൈസ്. അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വെച്ചാൽ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ തൽക്കാലം ഇങ്ങനെ വൈകിട്ട് പോയാ. കാരണം വെച്ചാല് പോക നേരമായി, സമയം 10 മണിയായി. അപ്പോ പിന്നെ അന്ധവിശ്വാസത്തിന്റെ ആ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കമന്റ് ചെയ്യണ്ടോ അറിയണോരൊക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ കോട്ടെന്നാ, ഞങ്ങൾക്ക് അടിക്കോട്ടെ. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തന്നെയാണല്ലേ ചേട്ടാ. അപ്പൊ പിന്നെ വേറെ കാര്യം വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാളെ കാണാം. മറ്റന്നാളെ പെരുന്നാളെ കാണാം. ബൈ ബൈ.